ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടി ജനറൽ സർവീസായിട്ടാണ് പറഞ്ഞാണ്. സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ വർക്കിൽ കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒന്ന് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ മാർട്ടിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്, രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, മോർണിംഗ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ ചില സമയങ്ങളിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ദിവസം പറഞ്ഞിട്ടുണ്ട്, ബാക്കിലത്തെ ഷോക്ക് അബ്സർ ചെക്കപ്പ്, ഗിയറിലിടയ്ക്ക് ഓഫായി പോകുന്ന കംപ്ലയിൻ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹെഡ് ക്ലീനിങ്ങിൻ്റെ കേസും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഹെഡ് ക്ലീനിങ് വരുമ്പോഴത്തേക്ക് നമുക്ക് താമസം വന്ന വർക്കാണ്. അപ്പോൾ നമ്മൾ ജനറലായിട്ടുള്ള സർവീസിന് വേണ്ടി കയറ്റിയിട്ടുണ്ട്. വണ്ടി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ അതിൻ്റെ മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞാണ്. ലൈനർ മാറ്റേണ്ട ഒരു പീരീഡാണ് ഇപ്പോൾ ഇത്. കാരണം നമ്മളത് പരമാവധിയും ക്യാമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു മില്ലിങ്ങൊക്കെ തിരിച്ചിട്ട് മാക്സിമം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് നിലവിൽ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്, അത് മാറ്റിയിടണം. പിന്നെ അതേപോലെ അതിൻ്റെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ ഓക്കെയാണ്. നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള ടയർ കിടക്കണേ. ഹബിനകത്തൊന്നും പറയത്തക്ക വേറെ കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. ടയർ MRFൻ്റെ ടയറാണ് കിടക്കുന്നത്. പിന്നെ അതേപോലെ ചെയിൻ ചെറുതായിട്ട് ലൂസുണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്ററൊക്കെ കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണേ. അത്യാവശ്യം നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. പിന്നെ ബാറ്ററിയുടെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് 2023 ഇരിക്കുന്ന ബാറ്ററി. 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് ഉണ്ട്, 12.98 റേഞ്ചിലെ വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മളത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഓൾറെഡി കാണിക്കുന്നത് ഇവിടെ ഡാമേജ് എന്നുള്ള രീതിയിലാണ് കാണിക്കണേ. അപ്പോൾ വാറണ്ടിയിലുള്ള ബാറ്ററി ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം, അതായത് സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് അങ്ങനെ എന്തെങ്കിലും കാണിക്കേണ്ടി നോക്കിയിട്ട് അത് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ഈ മീറ്ററിനകത്ത് ചെറിയൊരു വാല്യുവേഷൻ അതിനകത്തുള്ള ടെസ്റ്റിൽ ചെറിയൊരു ഫാൾട്ട് കാണിച്ചാൽ പോലും ഇതിനകത്ത് കറക്റ്റായിട്ട് ഡിക്റ്റ് ചെയ്ത് കാണിക്കും. പക്ഷേ അത് 100% ബാറ്ററി കംപ്ലയിൻറ്റിലേക്ക് ചിലപ്പോൾ പോയിട്ടുണ്ടാവണമെന്നില്ല. കൃത്യമായിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് കേട്ടാന്ന് പറഞ്ഞാൽ സെൽഫ് എടുക്കാത്തൊരു കണ്ടീഷൻ വരും. ഫസ്റ്റ് കാണിക്കുന്നത് അതായിരിക്കും ബാറ്ററിയുടെ പ്രോബ്ലം. സെൽഫ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കും. ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ബാറ്ററി വാറണ്ടിയിലേക്ക് കൊടുക്കാം കേട്ടോ. കാരണം അല്ലാണ്ട് നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞാലും അവർ ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം ടെസ്റ്റ് അടിക്കുമ്പോൾ കംപ്ലയിൻറ്റ് ഇല്ലാന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ തിരിച്ചു വരും. അപ്പോൾ കൺഫേം ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഹെഡ് ഡീകാർബണൈസിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട്. കാരണം വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് വലിയൊക്കെ ചെറിയ പ്രശ്നമാണ്. കാരണം വണ്ടിയാണ്ട് പ്രോപ്പറായിട്ട് കൃത്യമായിട്ടാണ്ട് വലിച്ച് കയറുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ്സൊക്കെ ഉണ്ട് അതിനകത്ത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആക്സിലേറ്ററിൻ്റെ കേബിളും ചോക്ക് കേബിളൊക്കെ ശരിക്കും ഔട്ടർ വലിഞ്ഞൊരു അവസ്ഥയിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ അത് ഇവിടെയൊക്കെ സ്ലീവ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ചോക്ക് കേബിളും ആക്സിലേറ്റർ കേബിളും ഒന്ന് മാറ്റിയിടാം. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്കാണത്. ശരിക്കും ടയർമ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ടയർ വയർ ഇൻഡിക്കേഷൻ വന്നിട്ട്. അത് ഇവിടെ ഇതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക്. ശരിക്കും ആ ലൈനിനോട് ചേർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാറ്റേണ്ട ഒരു പീരീഡിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കാര്യമായിട്ട് സ്പീഡിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഗ്രിപ്പ് തീരെ കുറവാണ്. അപ്പോൾ അതൊരു ഇതൊക്കെ മാറ്റിയിടാം. മാറ്റുമ്പോൾ MRFൻ്റെ തന്നെ മോഡൽ, ഈ മോഡൽ തന്നെ ഡിസൈൻ എടുക്കണമെന്ന് നല്ലത് കേട്ടോ. പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. കാരണം അത് ഫുള്ള് തീർന്നു. ഈ ലൈൻ ഇതിന്മേ കാണുന്ന പോലെ തന്നെ ഇതുമേ ലൈൻ വന്നിട്ടുണ്ട്. അതൊക്കെ ലൈൻ ഉപയോഗിച്ച് തീർന്നു പോയി. അപ്പോൾ നമുക്കത് മാറ്റിയിടണം. അതേപോലെ ബൂട്ട് സെറ്റ് ചേഞ്ച് ചെയ്തിടാം. പ്ലഗ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. കാരണം നമ്മൾ ഹെഡ് അഴിക്കുമ്പോൾ എന്തെങ്കിലും വലിയ അംശം കൊണ്ട് അഴിക്കേണ്ടി വരും. അഴിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ തന്നെ എയർ ഫിൽറ്റർ പ്ലഗൊക്കെ ഒന്ന് മാറ്റിയിടണം. അതേപോലെ ഗ്യാസ് കെറ്റുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിടണം. കാർബറേറ്റർ അഴിച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ നമ്മളത് അഴിച്ച് കഴിഞ്ഞാൽ ഹെഡ് ഡീകാർബണൈസിന് വേണ്ടി അഴിക്കുന്ന സമയത്ത് വീണ്ടും അത് അഴിച്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇപ്പോൾ കാർബറേറ്റർ അഴിക്കുന്നില്ല. ബാക്കിയത്തെ സർവീസ് സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽ വർക്കുകളാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു ഡേറ്റ് ഞാൻ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഹെഡ് ഡീകാർബണൈസിങ് ചെയ്യാനായിട്ടുള്ള ഒരു ഡേറ്റ് തരാം. അപ്പോൾ അത് കണക്കാക്കിയിട്ടൊന്ന് കൊണ്ടുവന്ന് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.